हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में ख़त्मुल मुरसलीन, दिल से है खुदा में ख़त्मुल मुरसलीन, ख़त्मुल मुरसलीन। ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ-റജീം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകരെ, 8 ഓഗസ്റ്റ് 2026 ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMT അടിസ്ഥാനത്തിൽ 4:30 മണിയാണ്. പ്രിയ പ്രേക്ഷകരെ, രാഹേവുദ ആരംഭിക്കാൻ പോവുകയാണ്. ഖാദിയാൻ നുവറിൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമായിട്ടുള്ള രാഹേവുദയുടെ 4 എപ്പിസോഡുള്ള പ്രോഗ്രാമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഈ സീസണിലെ 4ാമത്തെയും അവസാനത്തെയും എപ്പിസോഡുമാണ്. ഈ സീരീസിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തുവസ്സലാമിൻ്റെ ഗ്രന്ഥം സറൂറത്തുൽ ഇമാമിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ രാഹേവുദ എന്നുള്ള പ്രോഗ്രാം ലൈവായതോടൊപ്പം തന്നെ ഒരു ഇൻട്രാക്റ്റീവ് പരിപാടിയാണ്. അതായത് പ്രിയ പ്രേക്ഷകർ തങ്ങളുടെ ചോദ്യങ്ങളുമായിട്ട് ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സ്റ്റുഡിയോ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ സ്റ്റുഡിയോയിലുള്ള പണ്ഡിതന്മാരുടെ പാനൽ വെച്ചുകൊണ്ട് അതിനുള്ള ഉത്തരം ഈ നമ്മുടെ പണ്ഡിതന്മാർ ഈ പരിപാടിയിൽ നിന്ന് തന്നെ ആ ഉത്തരങ്ങൾ അതിന് നൽകുന്നതായിരിക്കും. ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ സ്ക്രീനിൽ കാണപ്പെടുന്ന ഡീറ്റെയിൽസ് മുഖാന്തരം ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫോൺസ് ലൈൻ മുഖാന്തരവും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരവും ഫാക്സ് മെസ്സേജ് മുഖാന്തരവും ഇമെയിൽ മുഖാന്തരവും ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മോടൊപ്പം സംസാരിക്കുന്ന പണ്ഡിതന്മാരുടെ പാനൽ ഞാൻ അവരെ പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മൻസൂർ അഹമ്മദ് സാഹിബ് മസ്റൂർ, അതുപോലെ തന്നെ അതാഉൽ മുജീബ് ലോൺ സാഹിബ് നമ്മോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. ഞാൻ രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഈ കാലഘട്ടം പലവിധത്തിലുള്ള വിശ്വാസങ്ങളും മതപരമായിട്ടുള്ള ഭിന്നതയും ആത്മീയവും അതുപോലെ തന്നെ ധാർമ്മികപരമായിട്ടുള്ള അധപ്പതനത്തിൻ്റെയും കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള സമയത്ത് ദൈവത്തിൽ നിന്നുള്ള ഒരു നേതൃത്വത്തിൻ്റെ ആവശ്യം നമുക്ക് ആവശ്യകത മനസ്സിലാകുന്നു. സറൂറത്തുൽ ഇമാം എന്നുള്ള ഗ്രന്ഥം അതിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുവിൽ നിന്നുള്ള ഒരു വ്യവസ്ഥിതി അള്ളാഹു ജനങ്ങളുടെ നേർമാർഗത്തിന് വേണ്ടിയിട്ട് ലോകത്തുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നാം കാലഘട്ടത്തിൻ്റെ ഇമാമിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ആണ് സംസാരിക്കുക. ആദ്യത്തെ ചോദ്യം മൻസൂർ അഹമ്മദ് സാഹിബിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുകയുണ്ടായി, കാലഘട്ടത്തിൻ്റെ ഇമാം ഞാൻ തന്നെയാണ്. അവിടുന്ന് ഈ വാദത്തിന് എന്ത് തെളിവാണ് നൽകിയിട്ടുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജസാക്കുമുല്ലാഹ് നസ്റുല്ലാഹ് സാബ്, താങ്കൾ പറഞ്ഞതുപോലെ മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുകയുണ്ടായി, കാലഘട്ടത്തിൻ്റെ ഇമാം ഞാൻ തന്നെയാണ്. അവിടുത്തെ വാദമാണ് ഞാൻ മസീഹ് മൗഊദാണെന്ന്, ഇമാം മഹദിയാണെന്ന് വാദമാണ്, ഉമ്മത്തി നബിയാണെന്ന് വാദമാണ്. ഇത് അതുകൊണ്ട് ഈ കാരണത്താൽ അവിടുന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഇമാമാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുന്നു, ആർക്കെങ്കിലും സത്യസ്വപ്നം വരികയാണെങ്കിൽ, കശ്ഫോ അല്ലെങ്കിൽ ഇൽഹാമോ ഉണ്ടാവുകയാണെങ്കിൽ ഈ കാരണത്താൽ ആ വ്യക്തി കാലഘട്ടത്തിൻ്റെ ഇമാമാവുകയില്ല. കാലഘട്ടത്തിൻ്റെ ഇമാം എന്നുള്ള ആ വ്യക്തി അള്ളാഹു സ്വന്തം ജനങ്ങളുടെ ഹൃദയത്തിന് വേണ്ടിയിട്ട് അയക്കുന്ന വ്യക്തിയാണ്. പറയുകയുണ്ടായി, കാലഘട്ടത്തിൻ്റെ ഇമാനിൽ 6 ശക്തികളുണ്ടായിരിക്കും, 6 കൂവത്തുകളുണ്ടാവും. ആ 6 കൂവത്തുകൾ എന്തൊക്കെയാണ്? ആദ്യത്തെ കൂവത്ത് സ്വഭാവ ഗുണമാണ്, കൂവത്തെ അഖ്ലാഖ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു,
ഇന്നക ല അല ഖുലുഖിൻ അലീം, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ എല്ലാ ഉത്തമ ഗുണങ്ങളുടെയും ഏറ്റവും പരമമായിട്ടുള്ള നിലവാരത്തിലാണുള്ളത്. എല്ലാ വലിയ വലിയ ശത്രുക്കളെ നേരിടുമ്പോഴും ഒരിക്കലും അവിടുന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശമായിട്ടുള്ള പെരുമാറ്റം നമുക്ക് കാണാൻ സാധ്യമല്ല. അവിടുന്ന് ഒരിക്കലും ഒരു വിധത്തിലുള്ള മോശമായിട്ടുള്ള വാചകം വായിൽ നിന്ന് വന്നിട്ടില്ല. അതേ രീതിയാണ് മസീഹ് ഇസ്ലാമിൻ്റേതും. രണ്ടാമത്തെ ഖുവത്ത് ശക്തി, ഇമാമത്തിൻ്റെ ഖുവത്ത്, നേതൃത്വത്തിൻ്റെ ഖുവത്ത്. എല്ലാ നന്മയിലും എല്ലാ കർമ്മങ്ങളിലും അള്ളാഹുവിൻ്റെ സ്നേഹത്തിലും അവൻ്റെ ഇർഫാനിലും ഏറ്റവും മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റേത്. മൂന്നാമത്തെ ഖുവത്ത് ബസ്തത്ത് ഫിൽ ഇൽം, അതായത് അറിവിൽ ആഴമുണ്ടാവുക. വിശുദ്ധ ഖുർആനിൻ്റെ മാരിഫ്, അറിവ് അത് ജനങ്ങളുടെ മുമ്പിൽ വെക്കുക, അതിനെ തഫ്സീർ ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിലാവുക. ഇതിൽ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനെ തോൽപ്പിക്കാനുള്ള മറ്റാരുമില്ല. നാലാമത്തത് ഖുവത്തെ അസ്മാണ്, അതായത് ദൃഢമായിട്ടുള്ള തീരുമാനം. ഒരു അവസ്ഥയിലും ക്ഷീണിക്കാതിരിക്കുക, ഒരവസ്ഥയിലും പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഇത് സംബന്ധമായിട്ട് മസീഹ് ഇസ്ലാം പറയുന്നു, എനിക്ക് ആ ഒരു ധൈര്യം സത്യതയും അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു, അതിൻ്റെ മുന്നിൽ പർവ്വതവും ഒന്നും തന്നെയല്ല. പറയുന്നു, പരീക്ഷണയുടെ സമയത്ത് സങ്കടങ്ങളുടെ കാട്ടിൽ എനിക്ക് അള്ളാഹു എനിക്ക് ആ ഒരു ശക്തി നൽകിയിരിക്കുന്നു. അഞ്ചാമത്തെ ഖുവത്ത് ഇഖ്ബാൽ അല്ലാഹ്, അതായത് അള്ളാഹു വിജയം നൽകുന്നു. ഏതെങ്കിലും ശത്രുവിൻ്റെ എതിരെ മത്സരമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തെളിവ് കാണിക്കേണ്ട അവസരമുണ്ടാകുമ്പോൾ ആ ശത്രു അവനെ അള്ളാഹു തോൽപ്പിക്കുന്നു. അള്ളാഹുവിന് മുമ്പിൽ കരയുന്നു. ആകാശത്ത് ഒരു ഒച്ചയുണ്ടാകുന്നു. അള്ളാഹുവിൻ്റെ സഹായം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അത് പ്രകടമാകുന്നു. ആറാമത്തെ ഖുവത്ത് ശക്തി കശ്ഫുകളും ഇൽഹാമുകളും, അതായത് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിവ് നൽകുന്നു. പ്രവചനങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് അള്ളാഹു അറിവ് നൽകുന്നു. ഈ 6 ഗുണങ്ങളാണ്, 6 അടയാളങ്ങളാണ് കാലഘട്ടത്തിൻ്റെ ഇമാമിൽ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി വസ്സലാം പറയുന്നു, ഇനി ചോദ്യം ഇതാണ്, ഈ കാലഘട്ടത്തിൽ ഇമാമു സമാൻ, കാലഘട്ടത്തിൻ്റെ ഇമാം ആരാണ്? അദ്ദേഹത്തിനെ പിന്തുടരുക എന്നുള്ളത് എല്ലാവർക്കും ഫർളായിട്ടുള്ള വ്യക്തി ആരാണ്? അത് ഞാൻ പറയുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ, അള്ളാഹുവിൻ്റെ കടാക്ഷത്താൽ ആ കാലഘട്ടത്തിൻ്റെ ഇമാം ഞാൻ തന്നെയാണ്. എന്നിൽ അള്ളാഹു കാലഘട്ടത്തിൻ്റെ ഇമാമിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാ ഷർത്തുകളും അത് പൂർത്തിയാക്കിയിരിക്കുന്നു. പിന്നെ അവിടുന്ന് പറയുന്നു, ആരെങ്കിലും ചോദിക്കുകയാണ്, താങ്കൾ ഈ കാലഘട്ടത്തിൻ്റെ ഇമാമാണ്, എന്താണ് അതിന് തെളിവെന്ന് പറയുകയാണെങ്കിൽ പറയുന്നു, ഞാൻ മസീഹ് മൗഊദ് അല്ലെങ്കിൽ ഞാൻ ഇമാം മഹദി അല്ലെങ്കിൽ ഞാൻ കാലഘട്ടത്തിൻ്റെ ഇമാം അല്ലെങ്കിൽ പിന്നെ എൻ്റെ അടയാളങ്ങളെ അതിനെതിരെ നിങ്ങൾ അടയാളം കൊണ്ടുപോവുക. 6 അടയാളങ്ങൾ അവിടുന്ന് കാണിച്ചു കൊണ്ടുപോകാൻ. ഈ 6 അടയാളങ്ങൾ നിങ്ങൾ എന്നോട് മത്സരിക്കുക. നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ ഇമാമല്ല. ആ 6 അടയാളങ്ങൾ എന്തൊക്കെയാണ്? അവിടുന്ന് പറയുന്നു, ഞാൻ വിശുദ്ധ ഖുർആൻ്റെ മോജിസ എനിക്ക് അറബിയുടെ ഫസാഹത്ത് ബലാഗത്ത്, അറബി ഭാഷയിൽ എനിക്ക് അള്ളാഹു കഴിവ് നൽകിയിരിക്കുന്നു. അറബി ഭാഷയിൽ ഉത്തമമായിട്ടുള്ള രീതിയിൽ കവിതയും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളും ആ ഗ്രന്ഥങ്ങൾ എഴുതുന്നതിലും മസീഹ് ഇസ്ലാമിന് കഴിവ് നൽകിയിരിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ടും നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരുടെ സഹായം തേടിക്കൊണ്ടും എങ്ങനെ രീതിയിലും നിങ്ങൾ മുഴുവൻ ലോകം ഒരുമിച്ച് കൂടിക്കൊണ്ട് എന്നോട് മത്സരിക്കുക. അറബികളും അജ്മികളും എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് എന്നിതിൽ മത്സരിക്കുക അറബി ഭാഷയുടെ കാര്യത്തിൽ. പക്ഷെ നിങ്ങൾ തോൽക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം അവിടുന്ന് പറയുന്നു, വിശുദ്ധ ഖുർആൻ്റെ വിജ്ഞാനം, വിശുദ്ധ ഖുർആൻ്റെ തത്വജ്ഞാനവും വിജ്ഞാനവും
അത് പറഞ്ഞു തരുന്നതിൽ അള്ളാഹു എനിക്ക് കഴിവ് നൽകിയിരിക്കുന്നു. ആരും അതിൽ എന്നോട് മത്സരിക്കാൻ ആർക്കും കഴിയില്ല. മൂന്നാമത്തെ കാര്യം ഇതാണ്, ദുആയുടെ സ്വീകാര്യതയുടെ ഒരു അടയാളം അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു. ആർക്കും എന്നോട് ആ കാര്യത്തിൽ മത്സരിക്കാൻ സാധ്യമല്ല. നാലാമത്തെ ചലഞ്ച് അവിടുന്ന് പറയുന്നു, ഞാൻ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു. ഈ കാര്യത്തിൽ എന്നോട് മത്സരിക്കാൻ ആരും തന്നെയില്ല. മറഞ്ഞിരിക്കുന്ന അറിവുകൾ അതിനെ സംബന്ധിച്ച് എന്താണ്? അത് പ്രവചനങ്ങളാണ്. അതായത് വരാനിരിക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ അള്ളാഹു മസീഹ് ഇസ്ലാമിന് അറിയിപ്പ് നൽകുന്നു. ഈ 4 കാര്യങ്ങളാണ്, 4 അടയാളങ്ങളാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഇത് സംബന്ധമായിട്ട് ചലഞ്ച് നൽകിയിരിക്കുന്നു. ഒരു ചലഞ്ചല്ല, പല പ്രാവശ്യമായിട്ട് ചലഞ്ച് നൽകിയിട്ടുണ്ട്. ആദ്യത്തെ അടയാളം അറബി ഭാഷയിലുള്ള കഴിവ്, പ്രാവീണ്യം, അതിൽ മത്സരിക്കാനുള്ള ചലഞ്ച്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചലഞ്ച് വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ, അത് പറയുന്നതിൽ അതിൽ മത്സരിക്കാനുള്ള ചലഞ്ച്. ഇതിൽ റസൂൽ ഇസ്ലാമിൻ്റെ ചലഞ്ച്, അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ്. മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി പ്രൊപ്പഗണ്ട ചെയ്യുമായിരുന്നു ജനങ്ങളുടെ ഇടയിൽ. ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം അറബി അറിയില്ല എന്ന് പറയുമായിരുന്നു. അറബി തീരെ അറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറയുന്നു. ഹസ്രത്ത് മസീഹ് ഇസ്ലാം കറാമത്തു സാദിഖീൻ എന്നുള്ള ഗ്രന്ഥം എഴുതുകയുണ്ടായി. അതിൽ അറബിയിൽ 4 കസീദ എഴുതുകയുണ്ടായി. സൂറ ഫാത്തിഹയുടെ തഫ്സീർ എഴുതുകയുണ്ടായി. മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാൽവിക്ക് ചലഞ്ച് നൽകിയാണ് ഈ ഗ്രന്ഥത്തിൽ കിടപിടിക്കുന്ന ഗ്രന്ഥം നിങ്ങൾ എഴുതുകയാണെങ്കിൽ 1000 രൂപ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നതായിരിക്കുന്നത്. പാതിരി ഇമാദുദ്ദീൻ വിശുദ്ധ ഖുർആൻ്റെ ഫസാഹത്തിനെ സംബന്ധിച്ച് അതിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ച് ചലഞ്ച് നൽകുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ എഴുതുകയും അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുകയുണ്ടായി. അൽ ഖസീദത്തുൽ ഏജാസിയ എന്നുള്ള കസീദ എഴുതുകയുണ്ടായി. സനാഉല്ലാ അമർസരിക്ക് ചലഞ്ച് നൽകിയിരിക്കുകയുണ്ടായി. ഈ രീതിയിലുള്ള കസീദ നീ എഴുതുകയാണെങ്കിൽ നിനക്ക് 10,000 രൂപയുടെ സമ്മാനം നൽകുന്നതാണെന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ അവിടുന്ന് പീർ മെഹ്റാലി ഷാ ഗൊളഡ്വിയ അലി ഹാരിക്കും ചലഞ്ച് നൽകുകയുണ്ടായി. എല്ലാവരെയും അവിടുന്ന് വിളിക്കുകയും എല്ലാവർക്കും മത്സരത്തിന് വേണ്ടിയിട്ട് അവരെല്ലാവരെയും ക്ഷണിക്കുകയുണ്ടായി. പക്ഷെ ആരും തന്നെ മുന്നിൽ വരികയുണ്ടായില്ല. അതുപോലെ തന്നെ 4-ാമത്തെ അടയാളം ദുആ സ്വീകാര്യതയുടെ അടയാളം. അതുപോലെ തന്നെ മറഞ്ഞിരിക്കുന്ന അറിവുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു നൽകുന്നു, പ്രവചനങ്ങൾ നടത്തുക. ഇത് സംബന്ധമായിട്ട് മസീഹ് ഇസ്ലാം പറയുന്നു, ആരെങ്കിലും സത്യം ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആര്യ ആയിക്കോട്ടെ, യഹൂദി ആയിക്കോട്ടെ, ബ്രഹ്മസമാജക്കാരനായിക്കോട്ടെ, മറ്റാരായിക്കൊള്ളട്ടെ, അവന് ഒരു അവസരമാണ് എനിക്കെതിരിൽ വരിക. മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ദുആ സ്വീകാര്യതയെ സംബന്ധിച്ച് എന്നോട് മത്സരിക്കുകയാണെങ്കിൽ, ജയിക്കുകയാണെങ്കിൽ അള്ളാഹുവാണ് സത്യം, ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ എല്ലാ വസ്തുക്കളും 10,000 രൂപയുടെ അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. എനിക്ക് മരണശിക്ഷ നൽകുകയാണെങ്കിലും ഞാനത് സ്വീകരിക്കുന്നതായിരിക്കും. അവിടുന്ന് പറയുന്നു, ഏതെങ്കിലും പ്രവചനം എൻ്റേത്, ഈ വിനീതൻ്റേത് ഇന്ന് വരെ അത് തെറ്റായി പോയിട്ടില്ല. 3000-ൽ പരം അത് പൂർത്തിയാവുകയുണ്ടായി. ഇനി പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നതാണ്. അവിടുന്ന് അവസാനം പറയാൻ ആഗ്രഹിക്കുന്നത്, ആരാണോ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജമാഅത്തിൽ നിന്ന് ഭിന്നിച്ച് പോയത്, മസീഹ് മൗഊദും മഹ്ദി മൗഊദുമാണ് താനെന്ന് ആരാണോ വാദിക്കുന്നത്, അവർ ചിന്തിക്കേണ്ടത് ഈ മസീഹ് ഇസ്ലാം പറഞ്ഞിട്ടുള്ള ആ ഗുണങ്ങൾ അത് അവരിലുണ്ടോ? അവർ ഇസ്ലാമിൻ്റെ സത്യതയ്ക്ക് വേണ്ടിയിട്ട്, ഇസ്ലാമിൻ്റെ സത്യത പ്രകടമാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചലഞ്ചുകളാണ് നൽകിയിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ വാദം ഉന്നയിക്കുന്നത്, ഞാൻ മഹദിയാണ് അല്ലെങ്കിൽ മസീഹാണെന്നെല്ലാം വാദം ഉന്നയിക്കുന്നത്, അവർക്കും ഇതേ രീതിയിലുള്ള വാദങ്ങളും അതുപോലെ തന്നെ മോചിതകളും കാണിക്കേണ്ടതാണ്. എത്ര ദുആകൾ അവരുടേത് സ്വീകരിച്ചു അള്ളാഹു, എത്ര പ്രവചനങ്ങൾ അവരുടേത് പൂർത്തിയായി എന്നുള്ളത് അവർ പറയേണ്ടതാണ്. ഞാൻ മസീഹ മൗദാണ്, മഹദി മൗദാണ് എന്ന് വാദം മാത്രം പോരാ,
അതിൻ്റെ അടയാളങ്ങളും അവർ വെക്കേണ്ടതാണ്. എത്ര പ്രവചനങ്ങൾ അവർ നടത്തി, അത് പൂർത്തിയായി. മസീഹാണെന്ന് വാദിക്കുന്നൊരു വ്യക്തി പ്രവചിക്കുകയുണ്ടായി, അള്ളാഹുൽ നിന്ന് എനിക്ക് വാർത്തകൾ ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2021 മുന്നേ ഖിലാഫത്തെ അഹമ്മദി അത് നാമാവിശേഷമായി പോകുന്നതാണ്. 2020 മുന്നേ 2021 മുന്നേ നശിച്ചില്ലെങ്കിൽ 2021 എന്തായാലും അത് നശിക്കുന്നതാണെന്ന്. ഇന്ന് 2026 ജൽസ സാലാന UK 2026 നമുക്ക് കാണുകയുണ്ടായി. എല്ലാ പ്രതാപത്തോടു കൂടിയിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ, അള്ളാഹിൻ്റെ ബർക്കത്ത് അത് നടക്കുകയുണ്ടായി. 50,000 ജനങ്ങൾ ജമാഅത്തിൽ പ്രവേശിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ആ വ്യക്തി പറയുന്നു, മതിൽ എന്നോട് സംസാരിക്കുന്നു, മതിലും അതുപോലെ തന്നെ കാറ്റുകളും എന്നോട് സംസാരിക്കുന്നുവെന്ന്. മതിലും അതുപോലെ തന്നെ കാറ്റുമാണ് സംസാരിക്കുന്നതെങ്കിൽ പ്രവചനങ്ങളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. അള്ളാഹുവാണ് സംസാരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കുകയില്ല. അള്ളാഹു അദ്ദേഹം ഇമാം മഹ്ദി ആണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് പ്രവചനം നൽകുമായിരുന്നു, ആ ഒരു മുഅ്ജിസകൾ നൽകുമായിരുന്നു. അപ്പം ആരൊക്കെയാണോ ഇങ്ങനെയുള്ള കള്ളവാദികളുടെ പിന്നിൽ നടക്കുന്നത്, അവർക്ക് ചിന്തിക്കേണ്ടതുണ്ട്, ഇത് ബുദ്ധിമാൻ്റെ പ്രവൃത്തിയല്ല. അള്ളാഹു അങ്ങനെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമുക്കെല്ലാവർക്കും നേരായ മാർഗത്തിലേക്ക് നമ്മൾ ചലിപ്പിക്കട്ടെ. ഹസ്രത്ത് മസീഹ് ഇസ്ലാം അതുപോലെ തന്നെ അവിടുത്തെ ജമാഅത്തും ഖിലാഫത്തും ദൃഢമായിട്ടുള്ള ബന്ധം അത് സ്ഥാപിക്കാൻ തൗഫീഖ് നൽകട്ടെ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. എൻ്റെ അടുത്ത ചോദ്യം അത്താൽ മുജീബ് ലോൺ സാഹിബിനോടാണ്. സയ്യിദ്ന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സത്യത്തെ സംബന്ധിച്ച് സൂര്യചന്ദ്രഗ്രഹണങ്ങൾ അടയാളമുണ്ടല്ലോ. ചില മൗലവിമാർ ഈ അടയാളത്തെ അതിനെ സംശയഗ്രസ്തമാക്കുന്നതിന് വേണ്ടി ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. അതായത് ചന്ദ്രന് റമദാനിലെ ആദ്യത്തെ രാത്രിയിലും സൂര്യന് റമദാൻ മാസത്തിലെ മധ്യ രാവുകളിലാണ് ഗ്രഹണം സംഭവിക്കുക. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഈ ആക്ഷേപത്തിന് എന്താണ് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത്? ജസാക്കുമുല്ലാ. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഇത് വളരെ മഹത്തായ അടയാളമായിരുന്നു. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യതയ്ക്കുള്ള അള്ളാഹു അത് വെളിപ്പെടുത്തിയതാണ്. ഈ അടയാളവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുറാനിലും ഹദീസിലും പ്രവചനങ്ങളുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറയുന്നു, ഫൈദ ബരിക്കൽ ബസറു വ ഖസഫുൽ ഖമറു വ ജുമിയ ഷംസു വൽ ഖമർ. സൂറത്തുൽ ഖമറിലെ ആയത്തുകളാണ്. അതായത് കണ്ണുകൾ ചന്ദ്രന് ഗ്രഹണം സംഭവിക്കും, അതുപോലെ സൂര്യനും ഗ്രഹണം സംഭവിക്കുന്നതായിരിക്കും. അള്ളാഹു വിശുദ്ധ ഖുറാനിലെ ഈ ആയത്തുകളിൽ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് അത് പ്രവചനം നൽകിയത്. അവസാന കാലഘട്ടമായിരിക്കും. അതിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിയോഗം വിധിക്കപ്പെട്ടതായിരിക്കും. ആ കാലഘട്ടത്തിൽ ഈ അടയാളം ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രസിദ്ധമായ ഒരു റിവായത്തിന് സംബന്ധമായിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറയുന്നു. ഹസ്രത്ത് ഇമാം ബാഖിർ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് നിവേദനം ചെയ്തിരിക്കുന്നത്, ഇന്നലി മഹദീന ആയത്തൈനി ലം തകൂന മുൻദു ഖൽഖിസ് സമാവാതി വൽ അർദ് യൻഖസിഫുൽ ഖമറു ലിഅവ്വലി ലൈലത്തിൻ മിൻ റമളാന വ തൻകസിഫു ശംസു ഫി നിസ്ഫി. അതായത് തീർച്ചയായും നമ്മുടെ മഹദിക്ക് 2 അടയാളങ്ങളുണ്ട്. ആ 2 അടയാളങ്ങൾ അത് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഒരു സത്യവാദിക്ക് വേണ്ടി പ്രകടമായിട്ടില്ല. അതിൻ്റെ വിശദീകരണം റസൂലുള്ളാഹി വിവരിച്ചു. അതായത് ചന്ദ്രന് അതിൻ്റെ ഗ്രഹണത്തിൻ്റെ തീയതികളിൽ ആദ്യത്തെ രാവിൽ, സൂര്യന് അതിൻ്റെ ഗ്രഹണത്തിൻ്റെ രാവുകളിൽ മധ്യത്തിലുള്ള രാവുകൾ ഗ്രഹണം സംഭവിക്കുന്നതാണ്. ഈ പ്രവചനമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മഹദിയുടെ സത്യതയ്ക്ക് വേണ്ടി അടയാളമായിട്ട് നിശ്ചയിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുറാനിലും ഇതിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്.
ഈ അടയാളം കാരണമായിട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവചനത്തെ സംബന്ധിച്ചാണ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു തങ്ങളുടെ പ്രഭാഷണങ്ങളിൽ, തങ്ങളുടെ എഴുത്തുകളിൽ. ഇമാം മഹദിയുടെ അടയാളങ്ങളാണ് ഇത്. ഞാൻ കൂടുതൽ വിശദീകരിച്ച് ചുരുങ്ങിയ 2 വ്യക്തികളുടെ കൗലുകൾ ഞാൻ അവതരിപ്പിക്കുകയാണ്. അത് ഷെയ്ഖ് നിഅമത്തുല്ലാ വലി റഹ്മത്തുല്ലാഹി അലൈഹി വലി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ഫാർസിയുടെ 2 കവിതകളുണ്ട് ഫാർസിയിൽ. അതിൽ ഈ അടയാളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മാഹ്റാ റൂസിയാമി ബിനം മഹറാത്ത് ബിൽ ഫഗാർ ബിനം ഹലിഫ് ഹേ മീം ദിൽ മേ ഖാനം നാം ദ നാംദാർ ബിനം. അതായത് ചന്ദ്രനെ ഇരുണ്ടതായി കാണുന്നു, സൂര്യൻ്റെ ഹൃദയത്തെ ഞാൻ മുറിവേറ്റത് കാണുന്നു. എനിക്ക് കശ്ഫായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അത് അഹമ്മദ് എന്നാണ്, അഹമ്മദ് എന്നായിരിക്കും ആ മഹദിയുടെ പേര്. ഈ പ്രവചനത്തിലും ഹസ്രത്ത് നിഅമത്തുല്ലാ വലി ഈ അടയാളത്തെക്കുറിച്ച് പറയുന്നത്. അൽ ഹവാൽ ഖാഖറ എന്ന ഹാഫിസ് മുഹമ്മദ് ഇബ്ൻ മൗലാന സാഹിബ് കുക്കെ വാലെ, അത് പഞ്ചാബിയിലെ വാക്കുകളാണ്. തേരവി ചന്ദ് സത്വീं सूरज ग्रहों से साले अंदर माह रमज़ान लिखिया अहले रिवायत वाला. ഈ റിവായത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്, റിവായത്ത് ചെയ്യുന്ന ആൾ റിവായത്ത് ചെയ്തിരിക്കുന്നു റമളാനിൽ 13-ാം രാവിലെ ചന്ദ്രന് ഗ്രഹണം സംഭവിക്കും. 27-ാം രാവിലെ സൂര്യന് ഗ്രഹണം സംഭവിക്കും. ഇത് ഇമാം മഹദിയുടെ സത്യതയ്ക്കുള്ള അടയാളമായിരിക്കും. ഈ പ്രവചനം അനുസരിച്ച് തന്നെ 1894 അള്ളാഹു ഹസ്രത്ത് അഖ്ദസ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇമാം മഹദിയാണെന്ന് വാദം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദത്തിന് ശേഷം ഈ ലക്ഷണം, ഈ അടയാളം പൂർത്തിയാവുകയാണ്. റംസാൻ മാസത്തിൽ 13-ാം റംസാനിൽ ചന്ദ്രൻ ഗ്രഹണം സംഭവിച്ചു. 27-ാം റംസാനിന് സൂര്യന് ഗ്രഹണം സംഭവിക്കുകയുണ്ടായി. ഈ അടയാളം പ്രകടമാകുന്നതിന് ശേഷം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അത് അടയാളം പ്രകടമായപ്പോൾ അത് തന്നെക്കുറിച്ച് പറയുക മാത്രമല്ല, പിന്നീട് വന്ന ആളുകളും അവിടുന്ന് വളരെ വ്യക്തമായ നിലയിൽ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് മസീഹ് സ്വലാത്തു വസ്സലാം ലോകത്തോട് പറയുകയാണ്, ഈ അടയാളം എനിക്കായി വെളിപ്പെട്ടതാണ് എന്നാണ്. എന്തെന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ സത്യതയ്ക്കുള്ള അടയാളമായിട്ടാണ് വിശ്വസിച്ചത്. അതുകൊണ്ട് ഇത് എൻ്റെ സത്യതയ്ക്കുള്ള തെളിവായിട്ടാണ് ഹുസൂർ പ്രഖ്യാപിച്ചത്. ഞാനൊരു ഉദ്ധരണി പറയാം. ഞാൻ അള്ളാഹുവിന് സത്യം ചെയ്ത് പറയുന്നു, എൻ്റെ ജീവൻ അവൻ്റെ കയ്യിലാണ്. അവൻ എൻ്റെ സത്യതയ്ക്കായി ആകാശത്ത് ഈ അടയാളം വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു. ഏത് സമയത്താണ് വെളിപ്പെടുത്തുന്നത് വെച്ചാൽ, മൗലവിമാർ എന്നെ ദജ്ജാൽ, കദ്ദാബ്, കാഫിർ, അക്ഫർ എന്നിവരെ വെച്ച സമയത്താണായിരുന്നു ഈ അടയാളം എന്ന് പറഞ്ഞാൽ. ഇതിനെ സംബന്ധിച്ച് 20 വർഷം മുമ്പ് തന്നെ ബറാന അഹമ്മദിയിൽ വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിതാണ്, ഖുൽ ഇന്ദി ഷിഹാദത്തും മിനല്ലാഹി ഫഹൽ അൻതും മുഅ്മിനൂൻ, ഖുൽ ഇന്ദി ഷഹാദത്തും മിനല്ലാഹി ഫഹൽ അൻതും മുസ്ലിമൂൻ. ഹുസൂർ പറയുന്നു, ചുരുക്കി പറഞ്ഞാൽ ഞാൻ കാബാലയത്തിൽ നിന്നുകൊണ്ട് സത്യം ചെയ്യാൻ സന്നദ്ധനാണ്. ഈ അടയാളം എൻ്റെ സത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നല്ല. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഗോൾഡബിയുടെ ഹവാലയാണ് ഇത് ഞാൻ ഓതി കേൾപ്പിച്ചത്. ഇത് പ്രവചനമുണ്ടെന്ന് മാത്രമല്ല, ഇത് അടയാളം പ്രകടമായി എന്ന് മാത്രമല്ല, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ അടയാളത്തെ തൻ്റെ സത്യതയ്ക്കുള്ള തെളിവായിട്ടാണ് അവതരിപ്പിച്ചത്. ഈ അടയാളം പ്രകടമായപ്പോൾ ആദ്യം ജനങ്ങളിൽ, ഞാൻ പറഞ്ഞതുപോലെ തങ്ങളുടെ പ്രഭാഷണങ്ങളിലും പ്രസംഗങ്ങളിലൊക്കെ വിവരിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്നല്ല, മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ വാദത്തിന് ശേഷം ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ ഇമാം മഹദിക്ക് വേണ്ടി ഈ അടയാളം, ഇത് ഇങ്ങനെ ഒരു അടയാളമേ ഇല്ല എന്നവർ പറയാൻ തുടങ്ങി. എന്നാൽ അത് അങ്ങനെ തന്നെ പുലർന്നപ്പോൾ പലതരം ആക്ഷേപങ്ങൾ അവർ ഉന്നയിച്ചു. അതുകൊണ്ട് സറൂറത്തുൽ ഇമാമിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരു ആക്ഷേപം എന്ന് പറയുന്നത്, ചില ആളുകൾ ആക്ഷേപം ഉന്നയിക്കാൻ തുടങ്ങി. ഹദീസിൽ ഇങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്, ലി അവ്വലി ലൈലത്തിൻ മിനർ റംസാൻ എന്ന യൻ ഹസിബുൽ കുമറു ലി അവ്വലി ലൈലത്തിൻ മിനർ റംസാൻ. ചന്ദ്രന്
ആദ്യത്തെ തീയതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ തൻകസ് മീൻസ് സൂരജിന് റംസാൻ്റെ മധ്യത്തിലായിരിക്കും ഗ്രഹണം സംഭവിക്കുന്നത്. അതായത് ഈ പദങ്ങൾ കൊണ്ട് അവർ ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ചത്, ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് റംസാൻ്റെ ആദ്യത്തെ തീയതിയിലും ചന്ദ്രന് ഗ്രഹണം സംഭവിക്കുന്നതായിരിക്കും. റംസാൻ്റെ 15ാമത്തെ റംസാന് സൂര്യൻ ചന്ദ്രൻ ഗ്രഹണം ഉണ്ടാകും. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത്, ചന്ദ്രൻ്റെ ആദ്യ ദിവസത്തിൽ റമദാൻ്റെ ചന്ദ്രൻ്റെ ആദ്യത്തെ ചാന്തിൻ്റെ ആദ്യത്തെ ദിനങ്ങളുണ്ടല്ലോ, അതിൽ നമ്മൾ അറബി ഭാഷയിൽ അതിന് ഹിലാൽ എന്നാണ് പറയാറ്. അതിന് ഖമർ എന്ന പദം അതിന് ഉപയോഗിക്കാറില്ല. ഖമർ എന്ന പദം ഉപയോഗിക്കുന്നത് ചന്ദ്രൻ പൂർണ്ണമായതിന് ശേഷമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ദിവസങ്ങളിൽ, അതിനെയാണ് ഖമർ എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് സാധ്യമാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ എന്ന പദം ഉപയോഗിക്കുകയും അത് ഗ്രഹണം ഹിലാലിന് സംഭവിക്കുക എന്നുള്ളത്, ഇനിയിപ്പോൾ ഹിലാലിന് ഗ്രഹണം സംഭവിച്ചെന്ന് വിചാരിക്കുക, അപ്പോൾ കണ്ണുകൊണ്ട് ഹിലാൽ തന്നെ കാണുന്നില്ല, പിന്നെ ഗ്രഹണം ആയിരിക്കാണ് കാണുക. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അത് കാണുന്ന കുതിരത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രകൃതി പ്രതിഭാസം എന്ന് പറയുന്നത് ചന്ദ്രന് 13-ാം രാവിലും 14-ാം രാവിലും 15-ാം രാവിലും സംഭവിക്കുക എന്നുള്ളതാണ്. സൂര്യന് 77-നും 28-നും 29-നും സൂര്യന് ഗ്രഹണം സംഭവിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഗ്രഹണത്തിന് നിശ്ചയിക്കപ്പെട്ട തീയതികൾ. അതിനടിസ്ഥാനിച്ച് 13-ാം രാവിലെ ചന്ദ്രന് ഗ്രഹണം സംഭവിക്കുകയും 28-ന് സൂര്യന് ഗ്രഹണം സംഭവിക്കുകയും ചെയ്തു. ഇത് നബി സല്ലല്ലാഹു തിരുമേനി മാത്രമല്ല, പല പണ്ഡിതന്മാരും മുമ്പേ എഴുതിയിട്ടുണ്ട്. നവാബ് സദീഖ് ഹസൻ സാഹിബ് വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. അദ്ദേഹം തൻ്റെ ഗ്രന്ഥം ഹുജജുൽ കറാമയിൽ എഴുതിയിട്ടുണ്ട്. ജ്യോതിഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സാധാരണ അത് തേര് 13-ഉം 14-ഉം 15-ഉം അല്ലാണ്ട്, അതുപോലെ സൂര്യന് അത് 27-ഉം 28-ഉം 29-ഉം അല്ലാതെ ഇത് തീയതികളല്ലാണ്ട് ഗ്രഹണങ്ങൾ സംഭവിക്കാറില്ല. അത് മസീഹ് സ്വല്ലല്ലാഹു വസല്ലം നിയോഗത്തിന് മുമ്പേ തന്നെ ചന്ദ്രഗ്രഹണത്തിനുള്ള ഇന്ന താരീഖുകളാണ്, സൂര്യഗ്രഹണത്തിന് ഇന്ന തീയതികളാണ് എന്നവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രഹണത്തിൻ്റെ തീയതികൾ ചന്ദ്രൻ്റെത് 13-ഉം 14-ഉം 15-ഉം ആണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് 13-ാം തീയതിക്ക് ഗ്രഹണം സംഭവിക്കുമെന്നാണ്. സൂര്യന് ഗ്രഹണ തീയതികളായ 27, 28, 29, അതിൽ 28-ന് സൂര്യന് ഗ്രഹണം സംഭവിക്കുമെന്ന് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഗവേഷകർ ഇത് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു ഗവേഷകൻ്റെ അഭിപ്രായം പറയാം. പ്രൊഫസർ റിച്ചർഡ്സൺ സ്റ്റെഫൻസണ് അദ്ദേഹം തൻ്റെ ഗ്രന്ഥം ഹിസ്റ്റോറിക്കൽ എക്ലിപ്സസ് ആൻഡ് എർബ്സ് റൊട്ടേഷൻ എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു, ഇൻ ദ ഇസ്ലാമിക് എക്ലിപ്സസ് കൺസിസ്റ്റൻ്റ്ലി ടേക്ക് പ്ലേസ് on about 14th day of the month and solar eclipse around 28th day. അതായത് ചന്ദ്രന് 14-ാമത്തെ തീയതിക്ക് അടുത്ത്, അതായത് 13, 14, 15, 13, 14, 15 ഇത് ചന്ദ്രൻ്റെ ഗ്രഹണം സംഭവിക്കുന്ന തീയതികളാണ്. സൂര്യന് ഗ്രഹണം സംഭവിക്കുന്ന എന്താണ് 28-നടുത്ത്, അതായത് 27, 28, 29. ഇതനുസരിച്ച് തന്നെ ആ അടയാളം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത് വ്യതിരിക്തമായി തന്നെ അത് പ്രകടമാവുകയുണ്ടായി. ഇത് റമസാൻ്റെ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി തിരുമേനി പറഞ്ഞത് ചന്ദ്രഗ്രഹണത്തിൻ്റെ തീയതികൾ വിവരിക്കുകയുണ്ടായി. ഇന്നലിൽ മഹദീന എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറയുകയുണ്ടായി, മഹദി ഉണ്ടാവും. അതായത് മസീമത്ത് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. ചില ആളുകൾ ആക്ഷേപിക്കുന്ന സൂറത്തിൽ ഇമാമത്തിനെ പറയുന്നുണ്ട്, ആ അടയാളം പറഞ്ഞു, ആ അടയാളം, എന്നാൽ ഇമാം മഹദി ഇതിൽ വന്നിട്ടില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് മഹദിക്കുള്ള അടയാളമാണ്, അത് മഹദി അന്ന് ഉണ്ടാവും. മഹദി ഉണ്ടായിരിക്കുന്ന സമയത്ത് പിന്നെ മറ്റാരും അത് ആരോപിക്കാൻ പറ്റില്ല. ഇത്ര വളരെ ഈ മഹത്തായ പ്രവചനത്തെ സംബന്ധിച്ച് പലരും ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് വ്യക്തമായ മറുപടി തന്നെ മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യമേ തന്നെ അതിന് ഗവേഷകരും
തങ്ങളുടെ ഗവേഷണം അനുസരിച്ച് അതിന് മറുപടി നൽകിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുപോലെ തന്നെ അക്ഷരം പ്രതി അത് പൂർത്തിയാവുകയുണ്ടായി. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ സത്യത്തിനുള്ള സത്യത അത് പ്രകടമാവുകയുണ്ടായി. ഒരുപാട് അത് പല ശത്രുക്കളും ശ്രമിക്കുകയുണ്ടായി. എന്നാൽ ആർക്കാണോ ആരുടെ പ്രകൃതിയിലെല്ലാം നന്മയുണ്ടായിരുന്നു അവർ ഈ അടയാളം കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആയിരക്കണക്കിന് ആളുകൾ അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനിൽ ബയ്യത്ത് ചെയ്യുകയും ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമാണ് അതിന് അസ്തിവാരമിട്ടത്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഒരു ടെലിഫോൺ കോളർ ഉണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് ആരിഫുസമാൻ സാഹിബ് ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യം ശ്രവിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ആരിഫുസമാൻ സാഹിബ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അതെ, താങ്കളുടെ ചോദ്യം ശബ്ദം കേൾക്കുന്നുണ്ട്. ചോദ്യം ചോദിക്കാം. എൻ്റെ ചോദ്യം, ഈ കാലഘട്ടത്തിൽ ഇമാമിൻ്റെ ബയ്യത്ത് ചെയ്യുക എന്നത് നിർബന്ധമാണോ? ബയ്യത്ത് ചെയ്യാതെ മനുഷ്യന് മോക്ഷം ലഭിക്കുമോ? ഞാൻ മൗലാന മൻസൂർ അഹമ്മദ് സാഹിബിന് മസ്റൂർ സാഹിബിനോട് ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അപേക്ഷിക്കുന്നു. ചോദ്യം എന്ന് പറയുന്നത്, ഇമാമുസ്സമാനിൽ ബയ്യത്ത് ചെയ്യുക നിർബന്ധമാണോ? ആണോ അല്ലേ? ബയ്യത്തില്ലാതെ അനുസരണം കൊണ്ട് മാത്രം നമുക്ക് മോക്ഷം ലഭിക്കുമോ? മോക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് തീരുമാനിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ പണിയല്ല, അത് അള്ളാഹു ആയിരിക്കും തീരുമാനിക്കുക. ബയ്യത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത് ഇമാമുസ്സമാൻ ബയ്യത്ത് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അരുൾ ചെയ്തതുപോലെ ഫൈദാ റഅയ്തുമൂഹു ഫബായൂഹു വലൗ ഹബുവൻ അലസ്സൽജി. നിങ്ങൾ ഇമാം മഹദിയെ കണ്ടാൽ ബയ്യത്ത് ചെയ്യുക. അദ്ദേഹത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് മഞ്ഞുൻ കട്ടകളുടെ ഇഴഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പോവേണ്ടി വന്നാലും ശരി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര തന്നെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മൾ നേരിട്ടാലും നിങ്ങൾ അദ്ദേഹത്തിൽ ബയ്യത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ബയ്യത്തിൻ്റെ പ്രാധാന്യം ഇതിൽ നമുക്ക് വ്യക്തമാണ്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇമാം സമാനിൽ ബയ്യത്ത് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൽപ്പനയാണിത്. രണ്ടാമത്തെ കാര്യം, തുടക്കത്തിൽ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹുസൂർ നമ്മുടെ ബയ്യത്ത് സ്വീകരിച്ചാലും. ആ സമയത്ത് അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഒരിക്കലും തന്നെ പറഞ്ഞിട്ടില്ല ബയ്യത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന്. ഇത്താഅത്ത് ചെയ്തോളൂ, അത് മതിയായി എന്ന് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് അവിടുന്ന് അള്ളാഹുവിൽ നിന്ന് കൽപ്പന വന്നിട്ടില്ല ഇതുവരെ. ആ ഉദ്ദേശിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുമ്പോൾ ഞാൻ ബയ്യത്ത് വാങ്ങുന്നതായിരിക്കും. ആ കൽപ്പന വന്നപ്പോൾ അവിടുന്ന് ബയ്യത്ത് വാങ്ങുകയുണ്ടായി. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും ആഗ്രഹിക്കുന്നത് ബയ്യത്ത് ചെയ്യുക എന്നത് നിർബന്ധമാണ് എന്നുള്ളതാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ബയ്യത്ത് വാങ്ങിയപ്പോൾ ആദ്യം ബയ്യത്ത് ചെയ്തത് ഏറ്റവും കൂടുതൽ അനുസരിച്ച വ്യക്തിയാണ് ബയ്യത്ത് ചെയ്തത്. എല്ലാ സഹാബികളും അനുസരിക്കുന്നവരായിരുന്നു. എന്നിട്ടും അവർ ബയ്യത്ത് ചെയ്തു. ഇനി ആരെങ്കിലും സത്യഹൃദയത്തോടു കൂടിയിട്ട് അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൽ വിശ്വസിക്കുകയാണെങ്കിൽ അയാൾക്ക് ബയ്യത്ത് ചെയ്യുന്നതിൽ എന്തൊഴിവ് കഴിവാണുള്ളത്? ബയ്യത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ പാപങ്ങളിൽ നിന്ന് തോബ ചെയ്യുക, ഇനി പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യലാണ്. നന്മയിലും തഖ്വയിലും നിലനിൽക്കുമെന്ന് ബയ്യത്ത് വാഗ്ദാനം ചെയ്യലാണ്. ഇതാണ് ബയ്യത്ത്. ഇതിൽ ഒരു കഴിവുണ്ടാവാൻ പാടല്ലോ. എന്നിട്ടും ആരെങ്കിലും ബയ്യത്ത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവന് ഹൃദയവിശാലത വന്നിട്ടില്ല എന്നാണ്. അത്തരം ആളുകൾ, ബയ്യത്ത് ചെയ്യാത്ത ആളുകൾ, അവർ നാം അഹമ്മദിയ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിസാമി ജമാഅത്തിൽ നമ്മൾ ഗണിക്കുന്നില്ല, എണ്ണുന്നില്ല. പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് പല ചോദ്യങ്ങളും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരം ലഭിച്ചിട്ടുണ്ട്. അതിൽ ഈ പ്രോഗ്രാമിൽ ഒരു ചോദ്യം അത് എടുക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഖാലിദ് താഹിർ സാഹിബ് ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരം ചോദിക്കുന്നു,
ചോദ്യം ഇതാണ്, ഇമാം ബേത്ത് ചെയ്തവരിൽ നിന്നും ചെയ്യാത്തവരിൽ നിന്നും എല്ലാ തരത്തിലും എന്ത് വ്യത്യാസമാണ് ബയ്യത്ത് ചെയ്യുന്നവരും ചെയ്യാത്തവരുമായിട്ടുള്ള വ്യത്യാസങ്ങളുള്ളത്? ജസാക്കുമുല്ലാ. വളരെ അനിവാര്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇമാമുമായിട്ട് ബയ്യത്ത് ചെയ്യുന്നവർ അതുപോലെ തന്നെ ബയ്യത്ത് ചെയ്യാത്തവരുമായിട്ട് എന്ത് വ്യത്യാസമാണുള്ളത്? ഇതിന് ഉത്തരമായിട്ട് വിശുദ്ധ ഖുർആൻ്റെ ഈ ഒരു ആയത്തുമായിട്ടാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, മുഅ്മിനീങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വറസൂലി ഇദാ ദആകും ലിമാ യുഹീക്കും. അല്ലയോ മുഅ്മിനീങ്ങളെ, അള്ളാഹുവും അവൻ്റെ റസൂലിൻ്റെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, വിളിക്കുത്തരം നൽകുക. ഇദാ ദആകും ലിമാ യുഹീക്കും, അദ്ദേഹം നിങ്ങൾ വിളിക്കുമ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? നിങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജീവൻ നൽകുന്നതിൻ്റെ അർത്ഥം ജഡികമായിട്ടുള്ള ശരീരത്തിന് ജീവൻ നൽകുക എന്നുള്ളതല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മരിച്ച ആൾക്കാർക്ക് ജീവൻ നൽകുന്ന വ്യക്തികളല്ല. ഇത് അള്ളാഹുവിൻ്റെ സുന്നത്തിനെതിരെയാണ്. മരിച്ചവരൊരിക്കലും ജീവൻ നൽകാറില്ല അള്ളാഹു വീണ്ടും, അതായത് ഈ ലോകത്തേക്ക് വീണ്ടും കൊണ്ടുവരാറില്ല എന്ന് മനസ്സിലാകുന്നത് മുഅ്മിനീങ്ങൾ, അത് അള്ളാഹുവിൻ്റെ ഇമാമിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽമാർ ഈ ലോകത്ത് വരുന്നത് അവരുടെ ജോലി ഇതാണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്ന ജനങ്ങൾ, അവരെ അദ്ദേഹം ജീവൻ നൽകുന്നു. ജീവൻ നൽകുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം എല്ലാ വിധത്തിലുള്ള തിന്മകളും, ലോകത്തുള്ള തിന്മകളും, ആ തിന്മകളിൽ നിന്ന് അവരെ സുരക്ഷിതമാക്കുന്നു. അവരുടെ ആത്മീയവും അതുപോലെ തന്നെ ധാർമ്മികപരമായിട്ടുള്ള അവസ്ഥ, മൃതമായിട്ടുള്ള ഒരവസ്ഥ, മൃദുശരീരമായിട്ടുള്ളൊരവസ്ഥ, അതിന് ജീവൻ നൽകുന്നു. വളരെ വിശദീകരിച്ച് സംബന്ധിച്ച് സംസാരിക്കാനുണ്ട്, പക്ഷെ വളരെ ചുരുക്കത്തിൽ ഞാൻ പറയുകയാണ്. ഈ കാര്യമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നിയമമായിട്ട് ഇമാം അല്ലെങ്കിൽ മുസ്ലിഹിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്. ബയ്യത്തിനെ സംബന്ധിച്ച് സംസാരിച്ചു. അപ്പോൾ അനിവാര്യമായിട്ടുള്ള കാര്യം എന്താണ്? ആ വ്യക്തി, അള്ളാഹുവിൻ്റെ ആ ഇമാമുമായിട്ട് ബന്ധപ്പെടുന്ന ആ വ്യക്തി, ബയ്യത്ത് ചെയ്യുന്ന ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള അവസ്ഥയും ആത്മീയപരമായിട്ടുള്ള അവസ്ഥയും ഒരു മതിമഹത്തായിട്ടുള്ളൊരു വിപ്ലവം ഉണ്ടാകുന്നതാണ്. ആരാണോ അദ്ദേഹത്തെ ബയ്യത്ത് ചെയ്യുന്നത്, ബയ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, ആ ഒരു വിപ്ലവം, അതിൽ നിന്ന് അദ്ദേഹത്തിന് ഫലമെടുക്കാൻ സാധ്യമല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമിനെ സംബന്ധിച്ച് ഒരു ഹദീസിൽ പറയുന്നു, അൽ ഇമാമു ജുന്നത്തുൻ യുഖാത്തിലു മിൻ വറായിഹി. ഇമാം എന്നുള്ളത്, അതായത് നമസ്കരിക്കുന്ന ഇമാമല്ല, പക്ഷേ അള്ളാഹു ഇമാമായിട്ട് അയക്കുന്ന ഇമാമിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അവിടെ നിന്ന് പറയുന്നു, ആ ഇമാമ് ഒരു പരിചയാണ്. അതിൻ്റെ പിന്നിൽ നിന്നാണ് യുദ്ധം ചെയ്യുക. അതായത് യുത്തഖാബിഹി എന്ന്, ആ ഇമാമിൽ നിന്നാണ് തഖ്വ കരസ്ഥമാക്കുക. ഇത് ഇമാമ് എന്താണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ആരാണോ ബയ്യത്ത് ചെയ്യുന്നത് അവരതിൽ നിന്ന് ഫലമെടുക്കുന്നതാണ്. ആരിഫുസ്സമാൻ സാഹിബ് പറയുകയുണ്ടായി, വെറും അനുസരിക്കുക മാത്രം മതിയോ എന്ന്. പക്ഷേ ബയ്യത്ത് ചെയ്താൽ മാത്രമേ അനുസരണ അത് പൂർത്തിയാവുകയുള്ളൂ. ബയ്യത്ത് ചെയ്യാതെ എങ്ങനെയാണ് അനുസരണ പൂർത്തിയാവുക? ഇതൊരിക്കലും സാധ്യമല്ല. ബയ്യത്ത് ചെയ്യാതിരിക്കുകയും പിന്നെ ഞാൻ അനുസരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. പരിപൂർണമായിട്ടുള്ള ഹൃദയവിശാലതയുണ്ടെങ്കിൽ അപ്പോൾ അദ്ദേഹം ബയ്യത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ബയ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക? ബയ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫലങ്ങളും ആ ബയ്യത്ത് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാണ്. ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദ്ധരണിയാണ് ഫതഹ് ഇസ്ലാമിൽ ഹുസൂർ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് പറയേണ്ട, ഞാൻ ഈ കാലഘട്ടത്തിലെ ഇമാമാണ്. ഈ കാലഘട്ടത്തിലെ കോട്ട, അജയ്യ കോട്ട ഞാനാണ്. അജയ്യമായിട്ടുള്ള കോട്ട, ശക്തമായിട്ടുള്ള കോട്ട, എല്ലാ രീതിയിലും സുരക്ഷിതമായിട്ടുള്ള കോട്ട. ആരാണോ അതിൽ പ്രവേശിക്കുന്നത് എല്ലാ വിധത്തിലുള്ള
തിന്മകളിൽ നിന്നും എല്ലാ വിധത്തിലുള്ള പരിമിതികളിൽ നിന്നും അവൻ രക്ഷിക്കപ്പെടുന്നു. ആരാണോ ഇന്നുമായിട്ട് ബന്ധപ്പെടുന്നത് അവൻ സുരക്ഷിതമായിരിക്കും. ആരാണോ ദൂരെ ആയിട്ട് ഓടുന്നത് അവൻ സുരക്ഷിതമല്ല. അവിടുന്ന് പറയുകയുണ്ടായി അവൻ്റെ മൃതശരീരം പോലും അത് സുരക്ഷിതമാകുകയില്ല. അപ്പോൾ ആ ഒരു വ്യക്തി മാത്രമാണ് ഫലമെടുക്കാൻ സാധ്യമാവുകയുള്ളൂ, തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ, ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമേ. ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ സാധ്യമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ ആരാധനയുടെ യഥാർത്ഥ അവകാശങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ആരാണോ ഇമാമുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്, ഇമാമിൻ്റെ ബയ്യത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി, ഇമാമിൻ്റെ ബയ്യത്തിൽ പ്രവേശിക്കാത്ത വ്യക്തി ഒരിക്കലും ആ ഫലങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയില്ല. സ്വർഗത്തിൻ്റെ മാർഗത്തിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കാൽ വെക്കാൻ സാധ്യമല്ല. അയാളുടെ കാൽപാദങ്ങൾ അത് നരകത്തിലേക്കുള്ള മാർഗത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ കാൽ. ചുരുക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇമാമിൻ്റെ ബയ്യത്തിൻ്റെ ഫലമായിക്കൊണ്ട് മാത്രമാണ് മനുഷ്യൻ്റെ ധാർമ്മികമായിട്ടും ആത്മീയപരമായിട്ടും മഹത്തായിട്ടുള്ള വിപ്ലവം ഉണ്ടാവുകയുള്ളൂ. അതുകൂടാതെ ഒരിക്കലും അത് സാധ്യമല്ല. ഭൗതികപരമായിട്ടും നാം നോക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള മുസീബത്തുകളും അള്ളാഹു അതിൽ പ്രവേശിക്കാത്ത രീതിയിൽ അള്ളാഹു പല വിധത്തിലുള്ള മുസീബത്തുകളും അള്ളാഹു ഇറക്കുന്നു. പ്ലേഗ് മസീഹ് ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഇറക്കുകയുണ്ടായി. അതൊരു ഭൗതിക ഒരു ശിക്ഷയാണ്. അപ്പോൾ ആരാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്? അതിൽ മസീഹ് ഇസ്ലാമിൻ്റെ അള്ളാഹു ഇൽഹാം നൽകിക്കൊണ്ട് പറയുകയുണ്ടായി ഇന്നു ഹാഫിളു കുല്ല മൻ ഫിദ്ദാർ. ആരാണ് സുരക്ഷിതമായിരിക്കുക ആ ഒരു ഭൗതിക ശിക്ഷയിൽ നിന്ന്? അദ്ദാർ എന്നിട്ടുള്ള നിൻ്റെ വീട്ടിൽ, നിൻ്റെ ബയ്യത്തിൽ, നിൻ്റെ ആ ഒരു ജമാഅത്തായിട്ടുള്ള വീട്ടിൽ പ്രവേശിക്കുന്നവർ. ദാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ വീടല്ല, മറിച്ച് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അധ്യാപനങ്ങളാണ്, ഞാൻ നൽകുന്ന അധ്യാപനങ്ങളാണ്. ആ അധ്യാപനങ്ങളുമായിട്ട് ആരാണോ ബന്ധം സ്ഥാപിക്കുന്നത് അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. അപ്പോൾ ചുരുക്കം ഇതാണ്, ആത്മീയപരമായിട്ടും ധാർമ്മികപരമായിട്ടും ഭൗതികപരമായിട്ടും സുരക്ഷിതനായിരിക്കുന്നവൻ ഇമാമുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവനായിരിക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ. അടുത്ത ചോദ്യം മൗലാന മൻസൂർ അഹമ്മദ് സാഹിബിനോടാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സത്യതയ്ക്കുള്ള നൂറുകണക്കിന് അടയാളങ്ങളിൽ ഒരു അടയാളം സർവമത സമ്മേളനത്തിൽ നടന്ന ഉപന്യാസത്തെ സംബന്ധിച്ചാണ്. ഇത് സംബന്ധമാണ് വിശദീകരണം. സർവമത സമ്മേളനം സംബന്ധിച്ച് അത് എങ്ങനെയാണ് നടന്നത് അത് സംബന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സാധു ശിവ് ഗുൻ അദ്ദേഹത്തിന് ചിന്ത ഉണ്ടാകുകയുണ്ടായി, ഒരു ജൽസ ഉണ്ടാക്കണം. ആ ജൽസയിൽ ചില ചോദ്യങ്ങൾ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ടായി. ആ ജൽസയിൽ, ആ പരിപാടിയിൽ എല്ലാ മതങ്ങളുടെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വിളിക്കുകയുണ്ടായി. അവരുടെ മതഗ്രന്ഥങ്ങളിൽ നിന്ന് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. കേൾക്കുന്നവർ അവർക്ക് തീരുമാനം കൽപ്പിക്കാൻ സാധ്യമായി ഏത് മതമാണ് അള്ളാഹുവിൽ നിന്നുള്ളത് ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്ന് തീരുമാനിക്കാൻ സാധ്യമാകുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു കമ്മിറ്റി ഉണ്ടാക്കിയുണ്ടായി, സെക്രട്ടറി ഉണ്ടാക്കിയുണ്ടായി, ജൽസ 6 മോഡറേറ്ററുകൾ ഉണ്ടാക്കിയുണ്ടായി. ആ ഒരു ജൽസയ്ക്ക് വേണ്ടിയിട്ട് 4 ഹിന്ദുക്കളും 2 മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. ഒരു മോഡറേറ്റർ ഖലീഫത്തുൽ മസീഹ് അവ്വലായിരുന്നു. 26, 27, 28, 29 ദിവസങ്ങൾ ഡിസംബർ 1896 അത് തീരുമാനിക്കുകയുണ്ടായി. ലാഹോറിൽ വെച്ച് നടക്കാൻ തയ്യാറാക്കുകയുണ്ടായി. 5 ചോദ്യം നേരത്തെ തന്നെ അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പണ്ഡിതന്മാർ അത് സംബന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, ഉപന്യാസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്വാമി ശിവ്ഗുൺ ചന്ദർ ജൽസയെ സംബന്ധിച്ച് ഒരു നോട്ടീസ് ഇറക്കുകയുണ്ടായി. അതിൽ എല്ലാ മതപണ്ഡിതന്മാരെയും വിളിക്കുകയുണ്ടായി. അവർ തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത്, തങ്ങളുടെ മതത്തിൻ്റെ അതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് അത് പറയുക. ഏത് മതമാണ് സത്യതയും നിറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 17 ആൾക്കാർ ഇതിന് ഉത്തരം നൽകുകയുണ്ടായി. ഞങ്ങൾ പ്രസംഗിക്കുന്നതാണെന്ന് പറയുകയുണ്ടായി. 2 ആൾക്കാർ വന്നില്ല. ഒരു വ്യക്തി മുസ്ലിം പ്രസംഗൻ പ്രസംഗത്തിൻ്റെ ഇടയിൽ തൻ്റെ പ്രസംഗത്തിൻ്റെ പകുതി സമയം ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു നൽകുകയുണ്ടായി. ഇങ്ങനെ ജൽസയിൽ 14 ആൾക്കാർ പ്രസംഗിക്കുകയുണ്ടായി.
ഈ 14 ആൾക്കാർ 9 മതങ്ങളിൽ നിന്ന് 9 വിശ്വാസങ്ങളിൽപ്പെട്ട വ്യക്തികളായിരുന്നു. ഇസ്ലാമിൻ്റെ പ്രതിനിധികൾ നടത്തുന്നവർ 4 ആൾക്കാരുണ്ടായിരുന്നു. അവരിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രതിനിധി വ്യക്തി അത് വെറും ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം, മസീഹ് മൗദ് വ മഹദി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു. സ്വാമി ശിവഗുൺ ചന്ദ് ഖാദിയാൻ ഹസ്രത്ത് മസീഹ് വസ്സലാമിൻ്റെ സവിധത്തിൽ ഹാജരാവുകയുണ്ടായി. ഉപന്യാസം എഴുതാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയുണ്ടായി. ഹസ്രത്ത് മസീഹ് വസ്സലാം അള്ളാഹുവിൽ നിന്ന് ദുആ ചെയ്യുകയുണ്ടായി. അള്ളാഹു അവിടുന്ന് അങ്ങനെ ഒരു ഉപന്യാസം, ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, എല്ലാ ഉപന്യാസങ്ങളിലും നമ്മൾ വിജയിക്കുന്ന ഒരു ഉപന്യാസം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ദുആക്ക് ശേഷം അവിടെ അള്ളാഹു ഒരു ശക്തി അവിടുന്ന് നൽകിയിരിക്കുന്നു എന്ന് മസീഹ് വസ്സലാമിന് മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ ആ ഉപന്യാസം പൂർത്തിയാക്കുകയുണ്ടായി. അള്ളാഹു ഇൽഹാം നൽകുകയുണ്ടായി. മസ്മൂൻ ബാലരഹ എന്ന്, അതായത് എല്ലാ ഉപന്യാസം ഏറ്റവും ഉത്തമമായിരിക്കുന്നുവെന്ന്. അവിടുന്ന് 5 ദിവസം മുന്നേ, ഈ ഒരു ജൽസക്ക് മുന്നേ ഒരു നോട്ടീസ് ഇറക്കുകയുണ്ടായി. ജനങ്ങളെ ഉപദേശിക്കുകയുണ്ടായി, എൻ്റെ ഉപന്യാസം വായിച്ചു കേൾപ്പിക്കുന്നതായിരിക്കും, അള്ളാഹുവിൻ്റെ സഹായം ഇതിനോടൊപ്പം ഉണ്ടെന്ന് പറയുകയുണ്ടായി. ഇത് കേൾക്കാൻ വേണ്ടി തീർച്ചയായും നിങ്ങൾ വരിക എന്ന് മസീഹ് ഇസ്ലാം ഇറക്കിയിട്ടുള്ള ആ ഒരു പരസ്യം, ഒരു ഇഷ്തിഹാർ, അത് ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ്. മസീഹ് ഇസ്ലാം പറയുന്നു, ഈ ഉപന്യാസം മനുഷ്യ ശക്തികൾക്ക് മുകളിലാണ്, അള്ളാഹുവിൻ്റെ അടയാളങ്ങളിലൊരു അടയാളമാണ്, പ്രത്യേക അള്ളാഹുവിൻ്റെ സഹായത്തോടെ എഴുതിയതാണ്. വിശുദ്ധ ഖുർആനിലെ ഹഖീഖത്തുകൾ, അതിൻ്റെ മാരിഫത്തുകൾ സൂര്യനെ പോലെ അത് വെളിച്ചം വീശുന്നതാണ്. ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ആരാണോ ഇത് തുടക്കം മുതൽ അവസാനം വരെ വായിക്കുന്നത്, 5 ചോദ്യങ്ങളിൽ ഉത്തരം വായിക്കുന്നത്, ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, ഒരു പുതിയ ഈമാൻ അവനിൽ ഉണ്ടാകുന്നത്, ഒരു പുതിയ നൂർ അവനിൽ ഉണ്ടാകുന്നതാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു തഫ്സീർ അവൻ്റെ കയ്യിൽ വരുന്നതാണ്. അവിടുന്ന് പറയുന്നു, ഇത് മനുഷ്യ കരങ്ങളിൽ നിന്ന് പരിശുദ്ധമാണ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹു എനിക്ക് ഇൽഹാമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതാ ഉപന്യാസമാണ്, എല്ലാ ഉപന്യാസങ്ങളെക്കാളും അതിജയിക്കുന്ന ഉപന്യാസമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ എല്ലാ സത്യതയും മാരിഫത്തിൻ്റെയും പ്രകാശമുണ്ട്. മറ്റുള്ള സമൂഹങ്ങൾ അത് കേൾക്കുകയാണെങ്കിൽ അവർ തോറ്റുപോകുന്നതാണ്. അവർക്കൊരിക്കലും തങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ നിന്ന് ഇതിനുള്ള ഉദാഹരണങ്ങൾ കൊണ്ടുവരാൻ സാധ്യമല്ല. അത് സനാതൻ ധർമ്മമായിക്കോട്ടെ, ആര്യമതക്കാരായിക്കോട്ടെ, ക്രിസ്ത്യാനികളായിക്കോട്ടെ, ആരായാലും എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും അവർ ലാഹോറിൽ അവർ വന്ന് ഈ ഒരു ഉപന്യാസം കേൾക്കണം. അവരുടെ ഈമാനിന് വേണ്ടിയിട്ട് അവർക്ക് ഉപകാരം ഉണ്ടാകും. അവർ ചിന്തിക്കാത്ത രീതിയിലുള്ള ഉപകാരം അവർക്ക് ലഭിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഈ ഉപന്യാസം 27 ഡിസംബർ ആയിരുന്നു. ഉച്ചക്ക് 1:30 മണിയായി നൽകിയിരുന്നത്. എതിർപ്പുകൾ ഉണ്ടായതിനു ശേഷം ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ആ ജൽസയിൽ വരികയുണ്ടായി. ഒരു അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ഒരു ശക്തി അതിലുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാകുന്നു. ഏതുവരെ എന്നാൽ ജൽസാഗ ഫുൾ നിറയുകയുണ്ടായി. ജനങ്ങൾക്ക് അവർക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുകയുണ്ടായി. ജനങ്ങൾക്ക് പല ആൾക്കാരും എഴുന്നേറ്റ് നിന്നുകൊണ്ടായിരുന്നു ആ ഒരു പ്രസംഗം കേട്ടത്. 1:30 മണിക്ക് ഹസ്രത്ത് മൗലാന അബ്ദുൽ കരീം സാബ് സിയാൽകോട്ടി റളിയല്ലാഹു തആല അൻഹു ആ ഒരു ഉപന്യാസം വായിച്ചു കേൾപ്പിക്കാൻ തുടങ്ങി. അവിടുത്തെ ശബ്ദം വളരെ പ്രകമ്പനം ഉണ്ടാക്കുന്ന ശബ്ദമായിരുന്നു. ജനങ്ങൾ വളരെ മിണ്ടാതിരുന്നു കൊണ്ട്, മുഴുവൻ നിശബ്ദമായിക്കൊണ്ട്, ബിംബങ്ങളെപ്പോലെ ഇരുന്നു കൊണ്ട് അവർ കേൾക്കുകയുണ്ടായി. ചില ആൾക്കാർ പ്രസംഗം കേട്ടുകൊണ്ട് ആനന്ദം കൊണ്ട് അവർ ആടുന്നുണ്ടായിരുന്നു. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ പ്രസംഗത്തിന് 2 മണിക്കൂറായിരുന്നു സമയം. 3:30 മണിയായപ്പോൾ സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് പ്രസംഗം നിർത്തുകയുണ്ടായി. ആ സമയത്ത് അടുത്ത പ്രാസംഗികൻ മൗലവി മുബാറക് അലി സിയാൽക്കുട്ടി സാഹിബ് അദ്ദേഹം എഴുന്നേറ്റ് പറയുകയുണ്ടായി, ഞാൻ എൻ്റെ പ്രസംഗത്തിന് എൻ്റെ സമയം ഈ ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഞാൻ നൽകുന്നുവെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ കേൾക്കുന്നവർ അവർ വളരെ ആവേശത്തോടെ എഴുന്നേൽക്കുകയുണ്ടായി. അവർ ഈ ഒരു പ്രസംഗം മാത്രമായിരുന്നു കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വീണ്ടും ആ പ്രസംഗം അത് തുടങ്ങുകയുണ്ടായി. അങ്ങനെ ആ ഒരു ഉപന്യാസം
മൗലാന അബ്ദുൽ കരീം സാഹിബിൻ്റെ ശബ്ദത്തിൽ, സുന്ദരമായിട്ടുള്ള ശബ്ദത്തിൽ വീണ്ടും ജനങ്ങളത് ആവേശത്തോടുകൂടി കേൾക്കാൻ തുടങ്ങി. അങ്ങനെ 4 മണിയായപ്പോൾ സമയം അത് അവസാനിക്കും. പക്ഷേ പ്രസംഗം തീർന്നില്ല. ഞങ്ങൾ പ്രസംഗം തീർക്കാൻ, അത് മുഴുവൻ തീർക്കാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങളുടെ ആഗ്രഹം പ്രകാരം വീണ്ടും ആ സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രസംഗം അത് നൽകുകയുണ്ടായി. രാത്രി ഇരുട്ട് നിറഞ്ഞപ്പോൾ പിന്നെ ഒരു വഴിയുമില്ലാണ്ട് അത് നിർത്തേണ്ടി വന്നു. ശ്രോതാക്കളുടെ ആവശ്യപ്രകാരം വീണ്ടും ഒരു ദിവസം വർദ്ധിപ്പിച്ചുകൊണ്ട് 29ാമത്തെ ദിവസം, 29 തീയതി ഡിസംബർ ദിവസം അത് പൂർത്തിയാകുകയുണ്ടായി. കഠിനമായിട്ടുള്ള തണുപ്പിന് ദിവസമായിരുന്നു. 27ാമത്തെ ദിവസം, 27ാം തീയതി ജനങ്ങൾ വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം 29ാം ദിവസം ആൾക്കാരുണ്ടാവില്ല എന്നായിരുന്നു ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 29ാം ദിവസം എത്രത്തോളം ആൾക്കാരും വന്നെന്നാൽ 27ാമത്തെ ആ ഒരു ആൾക്കാർ അത് വളരെ കുറവാണെന്ന് തോന്നുന്ന രീതിയിൽ 29ാം തീയതി വരികയുണ്ടായി. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പ്രവചിക്കുകയുണ്ടായി, മസ്മൂൻ ബലരഹ, അതായത് എല്ലാ ഉപന്യാസങ്ങളിലേക്കാൾ അതിജയിക്കുന്നതാണ് ഈ ഉപന്യാസം. അത് പൂർത്തിയാകുകയുണ്ടായി. ഇത് സംബന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ പ്രവചനം പൂർത്തിയാകുകയുണ്ടായി. വളരെ അതിമഹത്തായ രീതിയിൽ അത് പൂർത്തിയാവുകയുണ്ടായി. എല്ലാവരും ഇത് ഏറ്റുപറയുകയുണ്ടായി. പത്രങ്ങളിൽ പല കോളമുകളായിട്ട് അത് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. പല റെഫറൻസുകളുണ്ട്, അതെല്ലാം വെക്കാൻ സാധ്യമല്ല. ഒരു റെഫറൻസ് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. 14वीं സദി റാവൽപിണ്ടി എന്നുള്ള പത്രം എഴുതുന്നു, ഏറ്റവും നല്ല ലെക്ചർ, ഈ ലെക്ചറുകൾ ജൽസയുടെ റൂഹായിട്ടുള്ള പ്രസംഗം അത് ഗുലാം അഹമ്മദ് ഖാദിയാനിയുടേതാണ്. ഈ ലെക്ചർ 2 ദിവസത്തിലാണ് പൂർത്തിയായത്. 27 ഡിസംബർ 4 മണിക്കൂർ, 29 ഡിസംബർ 2 മണിക്കൂറും അത് കേൾപ്പിക്കുകയുണ്ടായി. 6 മണിക്കൂറിലാണിത് പൂർത്തിയായത്. മൗലവി അബ്ദുൽ കരീം സാഹിബ് ഈ ലെക്ചർ തുടങ്ങുകയുണ്ടായി. എല്ലാവരും അത് മിണ്ടാതിരുന്നു കൊണ്ട് അവരെല്ലാവരും കേൾക്കുകയുണ്ടായി. അതിൽ മുഴുകിപ്പോകേണ്ട ജനങ്ങൾ ചില സമയത്ത് ഓരോരോ വാക്കുകൾ വീണ്ടും വീണ്ടും വായിക്കാൻ വേണ്ടിയിട്ട് ശ്രോതാക്കൾ പറയുമായിരുന്നു. മുഴുവൻ ജീവിതവും നമ്മുടെ ചെവികൾ എങ്ങനെയുള്ള ഒരു പ്രസംഗം കേട്ടിട്ടില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ ലെക്ചർ ഒരു പരിപൂർണമായിട്ടുള്ള എല്ലാവരെയും അതിജയിക്കുന്ന ലെക്ചറാണ്. നിരവധി മാരിഫത്തുകൾ, അതുപോലെ തന്നെ ഹിക്മത്തുകൾ അതിലുണ്ട്. ഒരു പത്രം അഖ്ബാർ ജനറൽ ആസിഫി അതിലൊന്നുള്ളതാണ്. അദ്ദേഹം എഴുതുന്നു ജൽസയിൽ നിന്ന് മനസ്സിലാകുന്നത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം മാത്രമാണ് ഇതിൽ ഇസ്ലാമിൻ്റെ സത്യത വെളിപ്പെടുത്തിയ അദ്ദേഹം മാത്രമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ മിർസ ഗുലാം അഹമ്മദ് സാഹിബിൻ്റെ പ്രസംഗമില്ലായിരുന്നെങ്കിൽ ഇസ്ലാമിൻ്റെ മുകളിൽ മറ്റുള്ള മതക്കാർ അതിജയിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ അതിശക്തമായിട്ടുള്ള കൈകൾ പരിശുദ്ധ ഇസ്ലാമിനെ വീടിൽ നിന്ന് തടയുകയുണ്ടായി. ഈ ഒരു ഉപന്യാസം മുഖാന്തരം ഈ ശത്രുക്കൾ പോലും അവരുടെ സത്യപ്രകൃതം അവരെ പറയാൻ പ്രേരിപ്പിക്കുകയുണ്ടായി. ഈ ഒരു ഉപന്യാസം തന്നെയാണ് എല്ലാവരെക്കാളും അതിജയിച്ചതെന്ന്. സീറത്തുൽ മഹദിയിൽ സിയാൽക്കോട്ടി സാഹിബ് പറയുന്നു, നമ്മൾ കേൾക്കുകയുണ്ടായി, നമ്മൾ ചെവി കേൾക്കുകയുണ്ടായി, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുകയുണ്ടായി. പല ഹിന്ദുക്കളും സിഖുകാരും മുസ്ലിങ്ങളെ കെട്ടിപ്പിടിക്കുകയുണ്ടായി. ഇതാണ് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനമെങ്കിൽ, ഇതാണ് ഇസ്ലാമെങ്കിൽ, മിർസ സാഹിബ് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള 1-2 ഉപന്യാസങ്ങൾ കേൾപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും മുസ്ലിങ്ങളായിരിക്കും എന്നുള്ളൊരു സംശയമില്ല. എൻ്റെ അടുത്ത ചോദ്യം മുഹ്തറം മുജീബുൽ സാഹിബിനോടാണ്. അത് മസീഹ് സ്വലാത്തു വസ്സലാം പറയുന്നു, ഡോക്ടർ ക്ലാർക്കിൻ്റെ കേസിൽ അള്ളാഹുവിൻ്റെ അടയാളം വെളിപ്പെടുകയുണ്ടായി. ആ പ്രവചനം പൂർത്തിയാവുകയുണ്ടായി. അത് 100 കണക്കിന് ആളുകൾ പ്രചരിച്ചു. ഈ പ്രവചനത്തെ സംബന്ധിച്ച് അല്പം വക്ത് വളരെ കുറവാണ്. ഞാൻ സമയപരിധി അനുസരിച്ച് ഞാൻ പറയാം. ഡോക്ടർ ക്ലാർക്കിൻ്റെ കേസ്
അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ജോലി എന്ന വ്യക്തി സലീബ് എന്നുള്ളതാണ്. കാസർ സലീബ് എന്ന രീതിയിൽ മസീഹ് മൗഊദ് അവതരിപ്പിക്കുന്നു. ആ സേവനം ഡോക്ടർ എന്നോട് സംഭവം നടന്നു. അതിനുശേഷം ഡോക്ടർ മ്ലാർക്കും ആ കേസിലുണ്ടായിരുന്നു. ആ കേസിൽ ആ സംഭവത്തിന് ശേഷം അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് മസീഹ് സ്വലാത്തു വസ്സലാമിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കാൻ വേണ്ടി അവസരം കിട്ടി. ഒരു വ്യക്തി അബ്ദുൽ ഹമീദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അയാൾ ഒരിക്കൽ ഖാദിയാനിൽ വന്നു ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് മസീഹ് സ്വലാത്തു വസ്സലാം അയാളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് അയാൾ തിരിച്ചയക്കുകയുണ്ടായി. അയാൾ ഖാദിയാനിൽ നിന്ന് അമൃത്സറിലേക്ക് പോയി അവിടെ മാർട്ടർ ക്ലാർക്കും കണ്ടു. എല്ലാ കാര്യങ്ങളും വിശദീകരിക്കും മാർട്ടർ ക്ലാർക്ക് പറഞ്ഞു തയ്യാറാക്കുകയുണ്ടായി അയാളെ മസീഹ് മൗഊദിനെതിരെ വധശ്രമത്തിന് വേണ്ടി സാക്ഷി നൽകാൻ വേണ്ടി. അങ്ങനെ അയാൾ അതിന് തയ്യാറായി. മജിസ്ട്രേറ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു മസീഹ് മൗഊദിനെതിരെ. പിന്നെ അയാൾക്ക് തോന്നി ഇത് ഗുർദാസ്പൂർക്കാരാണെന്ന്. പിന്നെ അയാൾ കമ്പി സന്ദേശം വഹിച്ചു വാറണ്ട് തടയണമെന്നുള്ളത്. പിന്നെ ഇങ്ങനെ എല്ലാ കേസും ഗുർദാസ്പൂരിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തു. ഗുർദാസ്പൂരിലെ മജിസ്ട്രേറ്റ് മസീഹ് സ്വലാത്തു വസ്സലാമിന് വേണ്ടിയിട്ട് എതിരെ വാറണ്ട് പുറപ്പെടുവിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. പിന്നെ എന്നാൽ മജിസ്ട്രേറ്റിന് പിന്നെ സംശയമായി ഈ കേസ് ശരിയല്ല എന്നുള്ളത്. അങ്ങനെ അയാൾ സമൻ പുറപ്പെടുവിച്ചു. ഏതായാലും അങ്ങനെ എല്ലാ കേസിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും അവസാനം അബ്ദുൽ ഹമീദിനെ കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ എല്ലാ സത്യം പുറത്തു വന്നു. അങ്ങനെ മസീഹ് സ്വലാത്തു വസ്സലാമിന് അവസാനം വെറുതെ വിടുകയുണ്ടായി. അതായത് ഇതൊരു അടയാളമായിരുന്നു. അതായത് ഈ കേസിൽ എതിരാളികൾ ആഗ്രഹിച്ചിരുന്നത് കൈവിലങ്ങ് ധരിപ്പിക്കാനായിരുന്നു. അങ്ങനെ എന്തിനാ തീരാൻ വേണ്ടിയിട്ടായിരുന്നു അവർ കാണാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിലും ശത്രുക്കളാണ് അത് നിന്നേറിയിരുന്നത്. ഈ അടയാളത്തെ സംബന്ധിച്ച് ജറൂറത്തുൽ ഇമാം എന്ന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മുഹമ്മദ് ഇസ്ലാം ബട്ടാലിയും ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം ഈ കേസിൽ സാക്ഷി പറയുകയുണ്ടായി. അതായത് മസീഹ് സ്വലാത്തു വസ്സലാമിനെ നിന്ദനാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് സാക്ഷി പറയാൻ വേണ്ടി വന്നപ്പോൾ അയാൾ എത്രമാത്രം നിന്ദനായി എന്ന് വെച്ചാൽ അദ്ദേഹം മസീഹ് സ്വലാത്തു വസ്സലാം കസേരയിരിക്കുന്നത് കണ്ടപ്പോൾ മജിസ്ട്രേറ്റിനോട് കസേര ആവശ്യപ്പെട്ടു. മജിസ്ട്രേറ്റ് അതിന് വിലക്കുകയുണ്ടായി. അങ്ങനെ വളരെ കോപിഷ്ഠനാവുകയുണ്ടായി. മജിസ്ട്രേറ്റ് പറഞ്ഞു മജിസ്ട്രേറ്റിനോട് മജിസ്ട്രേറ്റ് പറഞ്ഞു അയാളോട് നിങ്ങൾ നിന്നുകൊണ്ട് സാക്ഷി പറഞ്ഞോളൂ എന്നുള്ളത്. അങ്ങനെ അങ്ങനെ കസേര നൽകിയില്ല. അങ്ങനെ അയാൾ നിന്ദനായിട്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അവസാനം മൈതാനത്ത് ഒരു പുതപ്പ് വിരിച്ചിരിക്കേണ്ടി വന്നു നിലത്ത്. അങ്ങനെ ഒരാൾ വന്നിട്ട് അയാളുടെ പുതപ്പ് വരച്ച് മാറ്റുകയുണ്ടായി. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് അയാളുടെ നിന്ദയുടെ സംഭവങ്ങളുണ്ടാകണം. അത് മസീഹ് സ്വലാത്തു വസ്സലാം മസീഹ് മൗഊദ് പറയുന്ന പ്രവചനം എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുകയുണ്ടായത് ഇന്നി മുഹീനുൻ മൻ അറാദ ഇഹാനത്തക, ഞാൻ നിന്നെ ആരാണോ അപമാനിക്കുന്നത് അവനെ ഞാൻ അപമാനിക്കുന്നതായിരിക്കും. മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി ഇവരൊക്കെ ശ്രമിച്ചിരുന്നത് നിന്ദനാക്കാനായിരുന്നു. എന്നാൽ ഈ കേസിൽ തന്നെ അള്ളാഹു അവരെ നിന്ദനാക്കുകയുണ്ടായി. അങ്ങനെ മസീഹ് സ്വലാത്തു വസ്സലാം പ്രവചനം വളരെ മഹത്തായ രീതിയിൽ പൂർത്തിയാവുകയുണ്ടായി. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. പ്രേക്ഷകരെ, ഇതോടൊപ്പം നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ്. ഇതിൻ്റെ അവസാനം സയ്യിദന ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി ഞാൻ അവതരിപ്പിക്കുന്നതാണ്. മസീഹ് സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹു തൻ്റെ വാഗ്ദാനമായ എന്നത് മറന്നുപോയോ? തീർച്ചയായും ഓർത്തുകൊള്ളുക, അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്. അവൻ തൻ്റെ വാഗ്ദാനമനുസരിച്ച് ഒരു താക്കീതുകാരൻ അയച്ചു. എന്നാൽ ലോകം അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. എന്നാൽ അള്ളാഹു തീർച്ചയായും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതാണ്. ശക്തമായ ആക്രമണങ്ങൾ അദ്ദേഹത്തിൻ്റെ സത്യം പ്രകടമാക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് സത്യസത്യമായി പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് മസീഹ് മൗഊദായിട്ട് കൊണ്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റദ്ദാക്കാം. എന്നാൽ നിങ്ങൾ റദ്ദാക്കുന്നത് കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. അള്ളാഹു എന്താണോ നിശ്ചയിച്ചിട്ടുള്ളത് അത് നടക്കുക തന്നെ ചെയ്യും. എന്തെന്നാൽ അള്ളാഹു ആദ്യമേ തന്നെ ബറാഹിൻ
ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സദഖല്ലാഹു വറസൂലുഹു വകാന വഅദ മഫൂല. മൽഫൂസാത്ത് വാള്യം 1 പേജ് നമ്പർ 206 എഡിഷൻ 1984. പ്രേക്ഷകരെ, ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായിട്ട് ഞങ്ങൾ പുതിയ സീരീസ് നിങ്ങളുടെ സമക്ഷം വരുന്നതാണ്. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने. आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया